ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഞായറാഴ്ചയാണ് ലാസ്റ്റ് ഡിസ്കഷൻ, ലാസ്റ്റ് ചർച്ച ഇറാനുമായിട്ട്. അമേരിക്കൻ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റീവ് വിറ്റ്കോഫ്, മിഡിൽ ഈസ്റ്റ് എൻവോയ് ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫുമായിട്ടാണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ് പോയിട്ട് ഇതുവരെ സക്സസ്ഫുൾ ആയിട്ട് നടന്ന ഒരു ചർച്ചയും ഇപ്പം ഇതുവരെ നിലവിൽ നമുക്ക് എണ്ണി പറക്കാൻ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു ചർച്ചയും ഏത് രീതിയിൽ അവസാനിക്കും എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മൾ കണ്ടറിയേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്. 90% എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു 10% എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് ഇറാന്റെ സൈഡിൽ നിന്നും വരേണ്ട തീരുമാനമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എല്ലാം കൂടെ നമുക്ക് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതുവരെ നടന്ന കാര്യങ്ങൾ വെച്ച് വിലയിരുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഏതാണ്ട് 5 വട്ടം ചർച്ച നടത്തി അത് തന്നെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ 6ാമത്തെ ചർച്ചയ്ക്ക് ഇപ്പം നിലവിൽ ഒരു രൂപം കൊടുത്തിരിക്കുന്നത്. ഇത് ഒമാനിൽ വെച്ചിട്ടാണ് ഈ സംഗതി എന്ന് പറഞ്ഞാൽ തന്നെയും ഇപ്പം അമേരിക്ക വന്നിട്ട് ഇത് എങ്ങനെ ചർച്ച നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവരെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടായിരിക്കും സംസാരിക്കാൻ വരുന്നത്. പക്ഷെ ആ ഒരു ടൈമിൽ ഇനിയിപ്പോൾ ഇറാൻ ആണെങ്കിൽ ഇറാന്റെ സൈഡിലും ഇറാൻ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഇറാൻ റെഡി ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ. അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ, മാധ്യമങ്ങളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ 2 ടൈപ്പിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന്, അവർ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ട UN സംഘടനയിൽ സംസാരിക്കുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് ആവർത്തിച്ച് അവർ പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ഇറാന്റെ ഉള്ളിൽ വന്നിട്ട് ഇറാന്റെ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, അതായത് ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിക്കോട്ടെ, അതേപോലെ ഇറാന്റെ ലീഡേഴ്സ് എല്ലാം തന്നെയും ആയത്തുൽ ഖമനേയി ഉൾപ്പെടെയുള്ള ആൾക്കാർ ശരിക്കും ഞങ്ങൾക്ക് ആണവായുധം ഉൽപ്പാദിപ്പിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്നുള്ള നിലയിലൊക്കെയാണ് ചോദിക്കുന്നത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും ഇസ്രായേലിന്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മേളിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ, നെസറ്റിന്റെ ഉള്ളിൽ തന്നെ പ്രഷർ, നല്ല രീതിയിൽ ഹൈ പ്രഷർ വരുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഇത് ഞാൻ 2 വീഡിയോകൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹു ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. പിന്നെ നെതന്യാഹു ഗാസയ്ക്കുള്ളിൽ എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ആ സംഘടനകൾക്ക് തോക്കുകൾ കൊടുക്കുകയും അത് ഇസ്രായേൽ ഗാസയിൽ തോക്ക് വിതരണം നടത്തുന്നുള്ള ഒരു വീഡിയോ ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്ക് ഇസ്രായേൽ തോക്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തോക്കുകൾ എന്തുകൊണ്ട് ഈ അൽ ഷബാബ് സംഘടനയ്ക്ക് കൊടുത്തു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നെതന്യാഹു പറഞ്ഞത്, അതായത് എയ്ഡ് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ ഈ അൽ ഷബാബ് സംഘടനയാണ് അവിടെ സഹായിക്കുന്നത്. കാരണം IDF-നോ അല്ലെങ്കിൽ ഒരു യഹൂദനോ അല്ലെങ്കിൽ ഇസ്രായേൽ സിറ്റിസനോ നേരിട്ട് ഗാസയിലുള്ള ടെന്റുകൾക്കുള്ളിൽ ഈ ഒരു പാലസ്തീനികളെ നേരിട്ട് കണ്ട് ഈ ഒരു വിതരണം നടത്താൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കോമൺ പോയിന്റിൽ ഒരു സംഘടനയെ വെച്ച് വിതരണം നടത്തുന്നത് അതുകൊണ്ടാണ് GHF എന്ന് പറഞ്ഞ ഒരു സംഘടന, അതേപോലെ ഈ ഒരു അൽ ഷബാബ് എന്ന് പറഞ്ഞ സംഘടന, ഇതേപോലെ ചെറിയ ചെറിയ ലോക്കൽ സംഘടനകളെ വെച്ചിട്ട് ഈ GHF എന്ന് പറഞ്ഞ സംഘടന വലിയ സംഘടനയാണ്. അത് ഇസ്രായേലുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലുള്ള സംഘടനയാണ്. ഇസ്രായേൽ അവരെയാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഈ അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ സംഘടനയൊക്കെ വെച്ചിട്ട് ഗാസയ്ക്കുള്ളിൽ എയ്ഡ് വിതരണം നടത്തുന്നത്. അപ്പോൾ ഈ ബോക്സുകൾക്കുപരിയായിട്ട് വീട് വീടാന്തരമുള്ള എയ്ഡ് ബോക്സുകൾ സപ്ലൈയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ഇന്ന് ഈ അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടന തകൃതിയായിട്ട് അവരുടെ ഈ കോൺവോയ്, ഈ എയ്ഡ് ബോക്സുകളൊക്കെ വെച്ചുകൊണ്ടുള്ള അവരുടെ മറ്റേ നിസാന്റെ ചെറിയ വണ്ടി ഉണ്ടല്ലോ, പണ്ട് ഈ തീവ്രവാദികളൊക്കെ കയറി പോകുന്ന യമനിലെ വണ്ടി, പാകിസ്ഥാനിലെ വണ്ടി, താലിബാനുകളൊക്കെ കയറി പോകുന്ന അതേപോലത്തെ വണ്ടി, ആ നിസാന്റെ പിക്കപ്പ് ട്രക്കിൽ ഈ സാമഗ്രികളൊക്കെ കയറ്റി വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 10, 15, 20 വണ്ടിയോളം ഇങ്ങനെ കോൺവോയ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഗാസയിൽ ഒരു ടെന്റ് ഏരിയയിൽ ഇറങ്ങിയിട്ട് ഇവർ ഈ എയ്ഡ് വിതരണം നടത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഹമാസ് സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇവരെ അഭിമുഖീകരിച്ച് വരികയും അവിടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ കടുത്ത കൺഫ്രണ്ടേഷനാണ് അവിടെ ഉണ്ടായത്. അവിടെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 50-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. ഈ 50-ലേറെയുള്ള ആൾക്കാർ ഇതേ ഗാസയിലുള്ള പാലസ്തീനികളാണ്, ഇതുപോലെ തന്നെ ഹമാസിന്റെ കൂടെയുള്ള സംഘടനയാണ്. അപ്പൊ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി. അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. ഈ തോക്ക് വിതരണം കൂടി നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വെടിവെപ്പും ഈ ഒരു ആക്രമണവും ഈ ഹമാസിന്റെ ഈ ഒരു കൺഫ്രണ്ടേഷനൊക്കെ കുറച്ചുകൂടെ മുമ്പേ തന്നെ നടന്നേനെ. ഇസ്രായേൽ ഇവരെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൊടുത്തെങ്കിലും ഈ അബു അൽ ഷബാബ് എന്ന് പറഞ്ഞ സംഘടനയും ഒരു തീവ്രവാദ സംഘടന തന്നെയാണ്. ഇവരും നാളെ ഇതേ ഹമാസിനെ പോലെ തന്നെ വളർന്നു പന്തലിച്ച് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്തിഫാദ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ ഹമാസിനെ ഒന്ന് നിവർന്നു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത് ഇസ്രായേലാണ്. ആ ഹമാസാണ് ഇന്ന് ഇസ്രായേലിനെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ ഈ ഒരു അൽ ഷബാബ് സംഘടനയും ആയിത്തീരുമെന്ന് ഇസ്രായേലിന്റെ ഉള്ളിൽ പലരും ഉപദേശിക്കുന്നുണ്ട് നെതന്യാഹുവിനെ. ഇത് ചെയ്യരുതായിരുന്നു, തോക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലാന്ന്. പക്ഷേ തോക്ക് കൊടുത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ എയ്ഡ് വിതരണം നടക്കണം എന്നുണ്ടെങ്കിൽ ഈ അൽ ഷബാബ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയിൽപ്പെട്ട ആൾക്കാർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ബാക്കപ്പ് വേണം. ആ ബാക്കപ്പ് ഇല്ലെങ്കിൽ ഗാസയ്ക്കുള്ളിൽ ആ ഒരു എയ്ഡ് വിതരണം നടക്കില്ല. അതുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു പ്രവർത്തനം ചെയ്തതായിട്ട് പറയുന്നുണ്ട്.
അപ്പോൾ അതിനെ തുടർന്ന് ആ ഒരു കൺഫ്രണ്ടേഷൻ നടന്നതിനെ തുടർന്ന് ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ കറണ്ട് ഇല്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല, ഡിസ്കണക്റ്റഡ്, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ആണ് ഗാസ. ഇപ്പൊ ഗാസയ്ക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയത്തില്ല. ആ രീതിയിലാണ് ഗാസ ഇപ്പം മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഹമാസും ഈ ഒരു അൽ ഷബാബ് സംഘടനയും എത്രമാത്രം ഇവർ രണ്ടുപേരും ശക്തരാണ്. ഇനി 2 ദിവസം കഴിയുമ്പോൾ അറിയാം ഇവരിൽ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, എന്താണ് ശരിക്കും അവിടെ നടന്നത്, ഇനിയിപ്പോൾ എത്ര പേര് IDF ബ്ലെയിം ചെയ്യും എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയണം. കാരണം ഇതിനകത്ത് ഈ ഒരു അൽ ഷബാബ് സംഘടനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് IDF ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരിറങ്ങി ഹമാസിനെതിരെ തുരുതുര ആക്രമണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇനി വാർത്തകൾ ഡെവലപ്പായി ഇനി വരേണ്ടതുണ്ട്. ഇപ്പൊ ശരിക്കും അവിടെ ഇന്റർനെറ്റും കറണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഗാസയിലുള്ള വാർത്തകളൊക്കെ ഇപ്പം സ്ട്രക്ക് ആയിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നെതന്യാഹും ട്രംപും നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഓൾറെഡി റെഡിയാണ്. ട്രംപാണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണിച്ച് എന്തായാലും സൺഡേ വരെ വെയിറ്റ് ചെയ്യാം എന്നുള്ള നിലയിൽ നിൽക്കുന്നത്. പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാധ്യമങ്ങളിൽ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തയായിക്കോട്ടെ, അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാർത്തയായിക്കോട്ടെ, ഇറാന്റെ പക്കൽ നിന്ന് വരുന്ന വാർത്തയായിക്കോട്ടെ, ഇവരെല്ലാം ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് മാത്രമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഞായറാഴ്ച നടക്കുന്ന ചർച്ചയെ ഇറാനും ഒരു ചർച്ചയായിട്ട് കണക്കാക്കുന്നില്ല, അമേരിക്കയും ആ ഒരു ചർച്ചയ്ക്ക് ഒരു വാല്യൂവും കൽപ്പിക്കുന്നില്ല, ഇസ്രായേൽ പിന്നെ കൽപ്പിക്കുന്നേ ഇല്ല. അതാണ് ഇസ്രായേലിന്റെ നിലപാട്. നിങ്ങൾ ചർച്ച നടത്തിയാലും ഇല്ലെങ്കിലും ഞാൻ അറ്റാക്ക് ചെയ്യുമെന്നുള്ള നിലപാടാണ് ഇസ്രായേലിൻ്റെത്. ഇറാൻ ജസ്റ്റ് അങ്ങ് കണ്ണും പൂട്ടി അങ്ങ് പറയാണ്. ഇപ്പൊ IAEA ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പൊക്കെ ഓക്കെ ആയിരുന്നു. ഇപ്പം ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് IAEA അമേരിക്കൻ പക്ഷക്കാരാണ്, ഇസ്രായേൽ പക്ഷക്കാരാണ്, അതുപോലെ യൂറോപ്യൻ പക്ഷക്കാരാണെന്നൊക്കെയാണ് ഇറാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നാണ് ഇപ്പോൾ അവർ ചോദിക്കുന്നത്. ഇപ്പൊ യഥാർത്ഥ രൂപം അങ്ങ് പുറത്തു വരികയാണ്. ഇപ്പോൾ അവർ ചോദിക്കുന്നത് ഞങ്ങൾ എൻറിച്ച്മെന്റ് നടത്തിയാൽ എന്താണ് കുഴപ്പം, എൻറിച്ച്മെന്റ് നടത്തുന്ന ആദ്യത്തെ നാടാണോ ഞങ്ങളുടെ എന്നാണ് അവർ ചോദിക്കുന്നത്. ഇന്ത്യയൊക്കെ ആണവ കരാറിൽ ഒപ്പിട്ട്, പക്ഷെ അതൊക്കെ നമ്മൾ ആണവായുധമൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ആണവ കരാറിലൊക്കെ പോയി ഒപ്പിട്ടത്. അപ്പോൾ ഇറാനും ആ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അത് ആണവായുധം റെഡിയാക്കിയിട്ട് നമുക്ക് പോയി ഒപ്പിട്ടാൽ മതി എന്നുള്ള നിലപാടൊക്കെ ഇറാനുണ്ട്. പക്ഷേ എന്നിരുന്നാലും ചില പോളിസികൾ, പ്രോട്ടോകോൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇറാന് വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ ടൈം ലൈൻ ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് ചാൻസ് സൺഡേ വേണമെങ്കിൽ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വെക്കാൻ പറ്റും. ഇവർ ആണവ കരാറിൽ ഞങ്ങൾ ഒപ്പിടാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ലോകം തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം. സെൻകോമിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഒരു ഫസ്റ്റ് അലേർട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് സാധാരണ ഇങ്ങനെ യുദ്ധം നടക്കുന്നതിന് മുമ്പായിട്ട് ഈ സെൻകോം അലേർട്ട് കൊടുക്കും. ഇത് US-ന്റെ സെൻട്രൽ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവർ പെൻറ്റഗന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ സെൻകോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഡയറക്റ്റ് ആയിട്ട് US-ന്റെ കമാൻഡ് കൊടുക്കുന്ന ആൾക്കാർ. ഈ കമാൻഡ് എവിടെയൊക്കെ അറ്റാക്ക് നടത്തണം എന്നുണ്ടെങ്കിലും ഈ കമാൻഡ് ആദ്യം പാസ്സാക്കുന്നത് ഈ സെൻകോമിന്റെ സെൻട്രലിൽ നിന്നാണ് പാസ്സാക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിൻ്റെയും റഡാർ കൺട്രോൾ ആയിക്കോട്ടെ, എല്ലാം തന്നെയും എവിടെയൊക്കെ അറ്റാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും പെർമിഷൻ ഇവിടെ നിന്ന് വേണം വരാൻ സെൻകോമിൽ നിന്ന്. അങ്ങനെ സെൻകോം ഒരു വാർണിംഗ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഫസ്റ്റ് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ മാത്രമല്ല ഇറാനും റെഡി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. യുദ്ധമെങ്കിൽ യുദ്ധം, നീ വന്ന് നോക്ക് എന്നുള്ള നിലയിലാണ് ഇറാന്റെ സൈഡിലുള്ള സ്റ്റേറ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത പബ്ലിഷ് ആവുന്നത്. ഇസ്രായേൽ ഓപ്പറേഷൻ ലയൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ ലയൺ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പുലർച്ചെ, അതായത് ഈ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച പുലർച്ചെ ഇറാൻ്റെ ന്യൂക്ലിയർ സൈറ്റ്, അതായത് നമ്മൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന നറ്റാൻസ് എന്ന് പറഞ്ഞ ആ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് പോയിന്റ് തന്നെ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്നും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സ്, ഫുട്ടേജസ് ഒന്നും തന്നെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അതേസമയം ആക്രമണം കൺഫേംഡ് ആണ്. ഇത് ഇറാൻ്റെ ഉള്ളിൽ നിന്നും തസ്നീം എന്ന് പറഞ്ഞ ന്യൂസ് ഏജൻസിയാണ് ഇത് കൺഫേം ചെയ്തിരിക്കുന്നത്. 2 ഇറാൻ്റെ കമാൻഡോസ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. എഫ്രീൻ എന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ മിലിറ്ററി സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് വി ആർ എക്സ്പെക്ടിങ് ഡിഫിക്കൽട്ട് അവേഴ്സ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇറാൻ്റെ ഫോർമർ നാഷണൽ സെക്യൂരിറ്റി ചീഫ് അലി ഷംഖാനി, ഇയാൾ കീ അഡ്വൈസറാണ്, ആയത്തുൽ ഖമനയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ കീ അഡ്വൈസറാണ്. അയാളാണ് ഈ മരണപ്പെട്ട കമാൻഡോസിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ഇറാൻ തന്നെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് വി വിൽ പനിഷ് ഇസ്രായേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പനിഷ്മെന്റ് എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ അറിയാൻ പറ്റും. ഇറാൻ ഈ ഒരു ആക്രമണം നടന്നതിനെ തുടർന്ന് ഇന്നലെ വെള്ളിയാഴ്ച ഏർലി മോർണിംഗ് ആഫ്റ്റർ ഇസ്രായേൽ അറ്റാക്കിന് ശേഷം ഇറാൻ 100 കണക്കിന് ഡ്രോൺസ് ഇസ്രായേൽ നേരെ വിട്ടിട്ടുണ്ട്. അത് ഇസ്രായേലിന്റെ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം വെച്ചിട്ട് ഇസ്രായേൽ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് അൺസർട്ടനിറ്റി വീണ്ടും നല്ല രീതിയിൽ ഒരു ഹൈപ്പർ ലെവലിൽ പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യും. അപ്പോൾ അവർ ഏത് രീതിയിലാണ് റിറ്റാലിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നെതന്യാഹുവിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഞായറാഴ്ചത്തെ ചർച്ച എന്നുള്ളത് ഇസ്രായേലിന് ഡോമിനേഷൻ കിട്ടുന്ന ഒരു രീതിയിൽ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അറ്റാക്ക്. ഇപ്പോഴത്തേക്ക് ഒരു കൃത്യമായിട്ടുള്ള ടൈം, അതായത് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ് മനസ്സിലാക്കണം. അതായത് ഞായറാഴ്ച ഒരു ചർച്ച നടക്കുകയാണ്, അത് അവസാനഘട്ട ചർച്ചയാണ്. ആ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലുമുള്ള ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറ്റാക്ക് വെള്ളിയാഴ്ച രാവിലെ നടക്കും എന്ന് ആരും തന്നെ പ്രതീക്ഷിക്കത്തില്ല. അപ്പൊ ആ ഒരു സാഹചര്യം ചൂസ് ചെയ്തുകൊണ്ട്, ആ ഒരു ടൈം ഗ്യാപ്പ് എടുത്തുകൊണ്ട് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മെത്തേഡാണ് ഇസ്രായേൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ടൈം ലൈൻ ചൂസ് ചെയ്തിരിക്കുന്ന ടൈം, അപ്പൊ എന്തായാലും ഞായറാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അറ്റാക്ക് ഉണ്ടാകുക എന്നുള്ളൊരു ധാരണയിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക്കൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അടുത്തത് ലെവൽ 4 വാണിംഗ് ആണ് ഇറാഖിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇറാഖിന് ഒരു വാണിംഗ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഇറാഖിനെ അമേരിക്ക ഇത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കണക്കാക്കുന്ന പറഞ്ഞാൽ, ഇറാഖിന്റെ ഉള്ളിൽ മാത്രം ഏതാണ്ട് 7 സംഘടനകളുണ്ട്. ഇറാനെ പിന്തുണയ്ക്കുന്ന, ഇറാന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തീവ്രവാദ നിലപാടുള്ള സംഘടനകൾ 7 എണ്ണമുണ്ട്. ഈ 7 എണ്ണവും ഇസ്രായേൽ ഗാസയിലും ലബനാനിലുമൊക്കെ ആക്രമണം നടത്തിയിരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ തുരുതുരായി ഇറാഖിന്റെ സൈഡിൽ നിന്ന് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതാണ്. അപ്പൊ ഇതൊക്കെ ഈ സംഘടനകളാണ് അഴിച്ചുവിട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇസ്രായേൽ ഹിസ്ബുള്ളയെ തച്ച് തകർത്തപ്പോഴത്തേക്കും സിറിയയിലെ ഭരണമാറ്റം സംഭവിച്ചതിന് ശേഷമാണ് ഈ ഇറാഖിനുള്ളിൽ കിടക്കുന്ന ഈ ടീമുകൾ അടങ്ങി ഒതുങ്ങിയിരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ സിറിയയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ തികച്ചും ഇറാഖിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി ആക്രമിക്കും, ഇവരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു പേടി കൊണ്ടാണ് അവർ ഈ ആക്രമണം നടത്തിയത്. ഇവർ ഒഫീഷ്യലി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു, ഇനി ഇസ്രായേലിന്റെ മേളിൽ ഞങ്ങൾ യാതൊരു രീതിയിലുള്ള മിസൈലോ ഒന്നും തന്നെ അയക്കില്ല എന്ന്, ഇറാഖിന്റെ ഭാഗത്തിൽ നിന്ന് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഈ റെജിമെന്റുകൾ, അതായത് ഈ മിലീഷ്യ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ 7-8 ഗ്രൂപ്പുകളും ISISന്റെ തീവ്രവാദ സംഘടനകളിൽപ്പെട്ട ഗ്രൂപ്പുകളാണ് ഇതെല്ലാം. അപ്പൊ ഈ ഗ്രൂപ്പുകൾ ഒരുമിച്ച് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയത്, അതായത് ഇനി ഞങ്ങൾ ഇസ്രായേലിനെതിരെ ഇവിടുന്ന് മിസൈൽ ഒന്നും വിടില്ല, ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് ഒന്നും വരില്ല എന്നാണ് പറഞ്ഞത്. ഇറാൻ ഞാൻ എല്ലാ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളൊക്കെ തച്ച് തകർക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം എവിടെയൊക്കെ ബേസുകൾ ഉണ്ടെന്നുള്ളത്. തുർക്കിയിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, അവിടെ 1000 പട്ടാളക്കാരുണ്ട്, അമേരിക്കയുടെ ഭടന്മാര്. സിറിയയിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, അവിടെ ഏതാണ്ട് 4000-5000-ഓളം US ഭടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ എല്ലാം ഇപ്പൊ പാക്ക് ചെയ്ത് തിരികെ പോയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു 1000 to 2000, അതാണ് ഇപ്പൊ സിറിയയ്ക്കുള്ളിലുള്ള അമേരിക്കൻ സോൾജേഴ്സിന്റെ നമ്പേഴ്സ്. 2000 പേരോളം അവിടെ ഉണ്ട്. ജോർദാനിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, ജോർദാനിലുള്ള അമേരിക്കൻ ബേസിൽ ഏതാണ്ട് 3000 അമേരിക്കൻ ഭടന്മാർ അവിടെ ഉണ്ട്. അതേപോലെ ഇറാഖിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, ഇറാഖിലെ അമേരിക്കൻ ബേസിൽ ഏതാണ്ട് 2500 മുതൽ 3000 സോൾജേഴ്സ് അവിടെയും ഉണ്ട് എന്നുള്ളതാണ് ഇറാഖിൽ. ഖത്തറിലുള്ള അമേരിക്കൻ ബേസിൽ ഏതാണ്ട് 13000 അമേരിക്കൻ സോൾജേഴ്സ് ഖത്തറിന്റെ ബേസിലുണ്ട്. അതുപോലെ കുവൈറ്റിലും 13000 സോൾജേഴ്സ് ഉണ്ട്. കുവൈറ്റൊക്കെ സൈലന്റ് ആയിട്ട് ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സംരംഭങ്ങളൊക്കെ. 13000 സോൾജേഴ്സ് കുവൈറ്റിന്റെ അമേരിക്കൻ എയർബേസിലുണ്ട്. ഇനിയിപ്പോൾ അത് വിട്ടു കഴിഞ്ഞാൽ ബഹ്റൈനിലുള്ള US ബേസിൽ 9000 അമേരിക്കൻ സോൾജേഴ്സ് ഉണ്ട്. സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ ബേസിൽ ഏതാണ്ട് 3000 മുതൽ 4000 ഭടന്മാരുണ്ട്. UAEയിൽ അമേരിക്കൻ ബേസ് ഉണ്ട്, അവിടെ 5000 സോൾജേഴ്സ് ഉണ്ട്. ജിബോട്ടിയിൽ 4500 പേരുണ്ട്, ജിബോട്ടിയിലും അമേരിക്കൻ ബേസ് ഉണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും കുറവ് ഒമാനിലാണ്, ഒമാനിലും അമേരിക്കൻ ബേസ് ഉണ്ട്, ഏതാണ്ട് 500 അമേരിക്കൻ പട്ടാളക്കാർ ഒമാനിലും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, അമേരിക്കയിൽ നല്ല രീതിയിൽ ഈ പ്രൊട്ടസ്റ്റ് വ്യാപിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും ഈ ഒരു എമിഗ്രന്റുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിനെ ചൊല്ലിയുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റ് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അതൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫെഡറൽ ഫോഴ്സിനെ വെച്ചിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം സ്റ്റേറ്റിന്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ. കാരണം അവിടെ കൊള്ളയാണ്. ഞാൻ ഇന്നലെയൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിനകത്തൊക്കെ കടയിൽ കയറി മോട്ടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. ആ രീതിയിൽ മോഷണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഈ ഇല്ലീഗൽ എമിഗ്രന്റ് ആയിക്കോട്ടെ ആരായാലും ശരി തന്നെ, ഇങ്ങനെ പ്രൊട്ടസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏത് കടയെന്നല്ല, ചില്ലൊക്കെ പൊട്ടിച്ചകത്ത് കയറി സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്. ആ രീതിയിലുള്ള കള്ളന്മാരാണ് അവിടെ. ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സിറ്റി ന്യൂയോർക്കാണ് വേൾഡിൽ തന്നെ, അതാദ്യം മനസ്സിലാക്കിക്കോണം. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ പട്ടാളക്കാരെ എല്ലാം കൊണ്ട് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ മിഡിൽ ഈസ്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ, ഇനി ഗ്ലോബലി നമ്മൾ ഇതിനെ ഇപ്പൊ ആഗോളതരത്തിൽ ഇതിനെ വിലയിരുത്തി കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ ഉള്ളിൽ ഒരു പട്ടാളക്കാരും കാണില്ല എന്നുള്ളതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ രീതിയിലുള്ള മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ആണ് അമേരിക്ക ലോകമെമ്പാടും നടത്തി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്പേഴ്സ് ഓൺലി ഇൻ മിഡിൽ ഈസ്റ്റ്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ ഇറാനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കുമോ? ഇപ്പൊ ഇത്രയും ചുറ്റിപ്പറ്റി കിടക്കുന്ന മിലിറ്ററി ബേസുകളെ മൊത്തം അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ടെങ്കിൽ ഇസ്രായേലിനെ എന്നേ മൂലക്കിരുത്തിയേനെ. അപ്പൊ അതുകൊണ്ട് ഈ വാചക കസരത്തിലൊന്നും ഒരു കാര്യമില്ല. പ്രാക്ടിക്കലായിട്ട് എന്താണ് നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയണം. ഇപ്പൊ ഇതുവരെ ഇറാന് സപ്പോർട്ടായിട്ട് ആകെ കൂടെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുന്നത് യമനിലെ ഹൂത്തികളാണ്. അതായത് ഞങ്ങൾ ഇറാൻ അടിക്കുന്നതിലും കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുമെന്നാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ്. ഇറാനേക്കാളും ഏറ്റവും കൂടുതൽ ആക്രമണം വരാൻ പോകുന്നത് ഹൂത്തികളുടെ അടുത്തു നിന്നാണെന്നാണ് ഹൂത്തികൾ പറയുന്നത്.
അതായത് നിങ്ങൾ ഇറാനെ ആക്രമിച്ചാലും റിറ്റാലിയേഷൻ വരാൻ പോകുന്നത് ഹൂത്തികളുടെ ഭാഗത്തു നിന്നാണ്. ഈ യുദ്ധതന്ത്രം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അങ്ങനെ അഥവാ ഈ ഒരു ഹൂത്തികൾ ഇറാനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇങ്ങനെ വിടുവായിത്തരം പറയുമോ? ഇവരിത് ഈ ഒരു സീക്രട്ട്, ഇത് മിലിറ്ററി ഓപ്പറേഷൻസ് എന്നൊക്കെ പറയുന്നത് വളരെ സീക്രട്ട് ആയിട്ടുള്ള മിഷൻസ് അല്ലേ? ഈ മിഷൻസ് ഒക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് നടത്തേണ്ടതല്ലേ? അഥവാ നിങ്ങൾ ഇറാനെ അമേരിക്ക അടിക്കുന്നെങ്കിൽ അവരെ റിറ്റാലിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്ലാൻ ഒക്കെ സീക്രട്ട് ആയിട്ട് വെക്കണം, അല്ലാതെ ഇങ്ങനെ തുറന്നു പറയരുത്. ഈ തുറന്നു പറയുന്നതിലൂടെ ഇവർ പറഞ്ഞു വെക്കുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ അവർ പേടിച്ചിട്ട് പറയുകയാണ്, അത് ഞങ്ങളെ അറ്റാക്ക് ചെയ്യരുതേ, ഞങ്ങളെ വെറുതെ വിടണം എന്നുള്ളതിന്റെ ഒരു ധ്വനിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണാൻ കഴിയുന്നത്. അതായത് വൈറ്റ് ഫ്ലാഗ് ഉയർത്താൻ ശ്രമിക്കുകയാണ്. അതാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു മെയിൻ ചാനലാണ്. നമുക്കൊരു സെക്കൻഡറി ചാനൽ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇൻസൈറ്റ്സ് ഗ്ലോബൽ എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്യാം. അതിലും വളരെ രസകരമായിട്ടുള്ള, മറ്റാരും കവർ ചെയ്യാത്ത രീതിയിലുള്ള, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളും സബ്ജക്റ്റീവ് അനാലിസിസ് ഒക്കെ അതിനകത്ത് വരുന്നതായിരിക്കും. കാരണം നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചാനൽ വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ സൈബർ ലോകം നിങ്ങൾക്ക് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു റിക്കവറി ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിലാണ് ഒരു സെക്കൻഡറി ചാനലായിട്ട് അത് റൺ ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ചാനലുകളിലും നമ്മൾ വീഡിയോ ഇടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ 2 ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.